മുമ്പിൽ നിന്ന് വിജിൻ അവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞോ? തിരിച്ച് കന്റോൺമെന്റ് ഹൗസിലേക്ക് പുറപ്പെട്ടോ നിയുക്ത മുഖ്യമന്ത്രി? നിഷാദ് പുറപ്പെട്ടിട്ടില്ല. എന്തായാലും ഇപ്പോഴും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ലോക് ഭവനകത്ത് തന്നെയാണ് ഉള്ളത്. അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് ഫോർമാലിറ്റീസ് ഒന്നുമില്ല. നിഷാദ് സൂചിപ്പിച്ചതുപോലെ ലിസ്റ്റ് കൈമാറുക, അതായത് ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള അവരെല്ലാം നേരത്തെ തന്നെ തയ്യാറാക്കിയ ലിസ്റ്റ്, ഓരോ ഘടകകക്ഷികളും നേരത്തെ ഉഭയകക്ഷി ചർച്ചകൾക്ക് ഒക്കെ ശേഷം നൽകിയ ലിസ്റ്റ്, അതെല്ലാം ചേർത്ത് 20 അംഗ മന്ത്രിമാരും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയായി വി ഡി സതീശനുമാണ് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ലിസ്റ്റാണ് ഗവർണർക്ക് കൈമാറുക. ആ ലിസ്റ്റ് കൈമാറിയ ശേഷം തിരികെ ഇറങ്ങുകയാണ് ചെയ്യുക. അതിനുശേഷം ഉടൻ തന്നെ വാർത്താസമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ ആകാംക്ഷയോടെ നമുക്ക് കാത്തിരിക്കേണ്ടത് ലീഗിന്റെ മന്ത്രിമാരുടെ കാര്യത്തിൽ നേരത്തെ തന്നെ ഇന്ന് നടന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലും ഒപ്പം തന്നെ തങ്ങളുമായി നടത്തിയ കൂടിയാലോചനയിലുമൊക്കെ തീരുമാനം ആയിട്ടുണ്ട്. സീൽ ചെയ്ത കവറിലാണ് ലീഗിന്റെ മന്ത്രിമാരുടെ ലിസ്റ്റ് അത് ലീഗ് നൽകിയിരിക്കുന്നത്. അതിനപ്പുറം മോൻസ് ജോസഫ് പി.ജെ. ജോസഫ് വിഭാഗത്തിൽ നിന്ന് മന്ത്രിയാകുമെന്ന കാര്യത്തിൽ ഒരു ധാരണയായിട്ടുണ്ടായിരുന്നു. അതിൽ 2 മന്ത്രിമാർ വേണം എന്നുള്ള ആവശ്യം, ആ സമ്മർദ്ദം അത് അവസാന നിമിഷം അതിന് ഒഴിവാക്കി വി ഡി സതീശനും കോൺഗ്രസിനും വഴങ്ങുകയായിരുന്നു പി.ജെ. ജോസഫ് വിഭാഗം ചെയ്തത്. അതിനപ്പുറം ഏതൊക്കെ മന്ത്രിമാർ കോൺഗ്രസിൽ നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം വി ഡി സതീശൻ ഒപ്പം തന്നെ കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല ഇവരുടെ പക്ഷങ്ങൾ വലിയ തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തിയിരുന്നു. പല മന്ത്രിമാരെയും പല നേതാക്കളെയും ഒഴിവാക്കാൻ ഒപ്പം തന്നെ പലരെയും കൂട്ടിച്ചേർക്കാൻ ഒക്കെയുള്ള ഏറ്റവും അവസാനം വരെയുള്ള സമ്മർദ്ദങ്ങൾ നടന്നുകൊണ്ടിരുന്നു. ഐ സി ബാലകൃഷ്ണന്റെ വിഷയത്തിൽ ഒപ്പം തന്നെ മറ്റ് മന്ത്രിമാരുടെ സിദ്ദീഖിന്റെ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള ആകാംക്ഷ നിലനിന്നതാണ്. എന്തായാലും അല്പസമയത്തിനകം നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഗവർണറെ കണ്ട് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ പൈലറ്റ് വാഹനം പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ നിലവിൽ ലിസ്റ്റ് കൈമാറി കഴിഞ്ഞിരിക്കുന്നു എന്ന സൂചനയാണ് ഈ പൈലറ്റ് വാഹനം പുറത്തേക്ക് വരുന്നതോടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ആ ലിസ്റ്റ് കൈമാറി നിലവിൽ വി ഡി സതീശൻ ഉടൻ പുറത്തേക്ക് ഇറങ്ങും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ലിസ്റ്റിൽ ആരുടെയൊക്കെ പേരുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള സമവാക്യങ്ങളാണ് ആ പട്ടികയിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനമായും അറിയേണ്ടത്. അത് വാർത്താ സമ്മേളനത്തിൽ എന്തായാലും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയും. അത് ഏതൊക്കെ തരത്തിലുള്ള സമവാക്യങ്ങൾ അനുസരിച്ചാണ് ആ ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്, ആരുടെ സമ്മർദ്ദങ്ങൾക്കെല്ലാം വഴങ്ങേണ്ടി വന്നു. കെ.സി. വേണുഗോപാലിൻ്റെ സമ്മർദ്ദം ഒരു ഭാഗത്ത് രമേശ് ചെന്നിത്തലയുടെ സമ്മർദ്ദം, ആ സമ്മർദ്ദങ്ങളിൽ എല്ലാം ഏത് തരത്തിലുള്ള വഴങ്ങിക്കൊടുക്കലാണ് വി ഡി സതീശൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. കോൺഗ്രസിലെ ഫോർമുല, ഗ്രൂപ്പ് സമവാക്യങ്ങൾ, ഒപ്പം തന്നെ പല പക്ഷക്കാരുടെ സമവാക്യങ്ങൾ, എല്ലാ സമവാക്യങ്ങളും പാലിച്ചുകൊണ്ടുള്ള ഒരു പട്ടിക അത് കൈമാറിയത് നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. നേരെ കന്റോൺമെന്റ് ഹൗസിലേക്കാണ്. അവിടെയാണ് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത്. ഇപ്പോൾ വാഹനത്തിൽ നിന്ന് വി ഡി സതീശൻ കൈകാണിച്ച് പറഞ്ഞതും അതുതന്നെയാണ്. അവിടെ കാണാം എന്ന് കൈകാണിച്ചാണ് നിലവിൽ മാധ്യമപ്രവർത്തകരുടെ മുന്നിലൂടെ അദ്ദേഹം ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം വി ഡി സതീശന്റെ വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കും. ആരൊക്കെ മന്ത്രിമാർ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതെങ്കിലും ടേം വ്യവസ്ഥകൾ നിലവിൽ വെച്ചിട്ടുണ്ടോ? കോൺഗ്രസിന്റെ മന്ത്രിമാർ ഏതൊക്കെ സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്നിട്ടുണ്ട്? സമ്മർദ്ദങ്ങൾ